നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. ചേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതിനർത്ഥം നിങ്ങളെ അയാളെ വിളിച്ചിരുന്നോ? ഇല്ല, എന്നെ ഫോണിൽ വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു എത്രയും പെട്ടെന്ന് വരുമെന്ന്. അത് മാത്രമല്ല, ആ കത്തിലൊരു 15 ദിവസം കഴിഞ്ഞാൽ ഉടനെ വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സ്വീറ്റ് കഴിക്കടാ. അല്ല, തൃശ്ശൂൽ എവിടെ? കാണുന്നില്ലോ. അവൻ ശിവാനിയോടെ പുറത്തു പോയിരിക്കുക. എന്താ ഇവിടെ സംഭവിച്ചത്? ഒരു സിനിമയിൽ നടക്കുന്ന പോലെ തോന്നിയല്ല. കുറച്ചു നേരം മുമ്പ് ശക്തിയെല്ലാം പോയി ആകെ വയ്യാതായി പോയി എനിക്ക്. എന്നാ ഇപ്പൊ എല്ലാം പഴയ പോലെ ആയല്ലോ. അതിനുള്ള ഉത്തരം നീ തന്നെ പറയണം. എന്താ ഉണ്ടായത് ശൈലു? എന്താന്നറിയില്ല എനിക്ക്. പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു വയ്യായ്ക പോലെയൊക്കെ തോന്നിയായിരുന്നു. ഞാൻ എഴുന്നേൽക്കാൻ നോക്കിയപ്പോഴേക്കും എന്റെ ശരീരം മുഴുവൻ അനക്കാൻ പറ്റാതായി. അല്ല ശൈലു, എന്നാലും പെട്ടെന്ന് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ കാര്യം എന്താ? നിന്റെ മുറിയിലേക്ക് ആരെങ്കിലും വന്നിരുന്നോ? ശരിക്കും ആലോചിച്ച് നോക്കി. ഇല്ല, എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. ശൈലു, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ പറയാൻ പോകുന്ന ഉത്തരം കൊണ്ട് ഇതിന്റെ എല്ലാം പിന്നിൽ ആ ദുഷ്ടശക്തി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക് ശൈലു. നമ്മൾ ഇപ്പോഴും അപകടത്തിൽ തന്നെയുള്ള. നീ ഇപ്പൊ കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഇതിന്റെ എല്ലാം പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഓർമ്മ വന്നു. വന്നായിരുന്നു, റൂമിൽ വന്നായിരുന്നു. ആരാ വന്നത്? ഏതോ ഒരുത്തി ഒരു കറുത്തൊരു ഡ്രസ് ഇട്ടിട്ട് റൂമിലേക്ക് വന്നായിരുന്നു. അവള് വന്ന് എന്റെ കഴുത്ത് പിടിച്ചപ്പോഴാണ് എനിക്ക് വല്ലത് ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയത്. കറുത്ത ഡ്രസ്? അങ്ങനെ ഒരു ഡ്രസ് അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ ആരും ഇട്ടിരുന്നില്ലല്ലോ. ശൈലു, ഒന്നുകൂടെ ശരിക്കും ആലോചിക്കേ. അവളുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, കണ്ടില്ല. മുഖം കാണുന്നതിന് മുമ്പേ എന്റെ കണ്ണൊക്കെ അടഞ്ഞു വന്നായിരുന്നു. അല്ല ശൈലു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? അന്ന് ഞാനും അവിടെ വീട്ടിലുണ്ടായിരുന്നില്ലേ? അല്ല, നമ്മുടെ വീട്ടിലേക്ക് വേറെ ആരെങ്കിലും വന്നോ? ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെ കണ്ടുപിടിക്കാ? ആരാണെന്ന് എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം. അല്ല, ശരിക്കും നിന്റെ വീട്ടിൽ എന്താ സംഭവിക്കുന്നേ? ആ വീടൊരു മന്ത്രവാദികൾ താമസിക്കുന്ന സ്ഥലം പോലെ തോന്നുന്നേ. എനിക്ക് മനസ്സിലാവുന്നില്ല ശൈലു. ഞങ്ങളൊക്കെ ഒരു ജാലവിദ്യയിൽ പെട്ടിരിക്കുക. ആ ജാലവിദ്യ എന്താന്ന് മനസ്സിലാവുന്നില്ല. അതിന്റെയൊക്കെ പിന്നിൽ കളിക്കുന്നവരെ മനസ്സിലാവുന്നില്ല. ഞങ്ങൾ എല്ലാവരും അതിന്റെ ഇടയിൽ കിടന്ന് ഞെരിഞ്ഞിക്കൊണ്ടിരിക്കുക. മതി, ഇനി നിർത്തിക്കോ. നീ ഇത്രയൊക്കെ ചെയ്തു തന്നെ വലിയൊരു കാര്യമാണ്. നീ ഇനി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ തിരിച്ച് നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. സീറോ, നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ നിന്നോട് തമാശ പറയാണെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ജീവിതത്തില് എന്റെ സ്വന്തമാണെന്ന് കരുതി എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. നിനക്കൊന്നും സംഭവിക്കരുത്. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും നീ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. അത് മാത്രം മതി എനിക്ക്. നീ ആ പഴയ ശൈലുമായിട്ട് തുള്ളിച്ചാടി നടന്ന് എല്ലാവരും കളിയാക്കി ചിരിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി. ഞാനും ഹാപ്പി ആയിട്ടിരുന്നോളാം. ഞാൻ കാരണം നിനക്ക് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവരുത്. നിന്റെ ഈ മുഖത്ത് നിന്ന് ഒരിക്കലും ഈ ചിരി മായാൻ പാടില്ല. വാ ശൈലു, പോ. ഇതെന്താണ് അമ്മ പറയുന്നത്? ശിവാനിയുടെ കൂടെ തൃശ്ശൂരിൽ പുറത്തു പോയെന്നോ? മരിച്ചുപോയ ആളുടെ കൂടെ
അവൻ പുറത്തു പോയെന്നോ? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിനക്കെന്താ ഒരു പേടി പോലെ? അല്ല, ശിവാനിയുടെ കൂടെ തൃശ്ശൂര് പുറത്തു പോയെന്നിപ്പോ പറഞ്ഞല്ലോ. ശിവാനി മരിച്ചു പോയെന്നാണ് ഞങ്ങളെല്ലാം കരുതിയിരുന്നത് മോനെ. അവള് മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്. നൂറ് വർഷത്തെ ആയുസ്. ആർക്കാടാ? ദേ തൃശ്ശൂര് വന്നു. മാമോനെ തൃശൂൽ, നീ എവിടെയായിരുന്നടാ? ഞാനൊന്ന് പുറത്തു പോയതാ. തൃശൂൽ, നീ ഒറ്റയ്ക്കാണോ വന്നത്? ശിവാനി എവിടെ? അവളവിടെ പുറത്ത് തുളസിത്തറയിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്ക. ശിവാനിയെ വിളിക്കും മോനെ. ശിവാനി, ഞാനൊന്ന് പോയേക്കുവാ. അയ്യോ ദണ്ഡവാണി, നീ പോവാണോ? കഴിച്ചിട്ട് പോകുമോനെ. വേണ്ടമ്മേ വേണ്ട, അർജന്റായിട്ടൊരു ജോലിയുണ്ട്. നീ എവിടെ പോയതാടാ? ബുദ്ധിയില്ലേ നിനക്ക്? രാത്രിയിൽ നിന്നും നോട്ടമില്ലാതെ എങ്ങോട്ടോ പോകുന്നു. പോരാത്തേന് അവളെയും കൂടെ വിളിച്ചോണ്ട് പോകുന്നു. എന്തിനാ വിളിച്ചോണ്ട് പോയത്? നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അയ്യോ അമ്മേ, വെറുതെ തൃശ്ശൂരിലെ വഴക്ക് പറയണ്ട. ഞാനാ വാശി പിടിച്ച് അവനെയും കൂട്ടി പുറത്തേക്ക് പോയത്. ഓ, അങ്ങനെയായിരുന്നു. എവിടേക്കാ പോയെ? അമ്മ, അത് പിന്നെ ശിവാനിക്ക് ഹിമാലയത്തിൽ പോവാനായിട്ട് ഒരുപാട് ആഗ്രഹം തോന്നുന്നുണ്ടത്രേ. അപ്പൊ പിന്നെ പാവം പോയിട്ട് വരട്ടെ, ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ അതൊക്കെ. അതിന് അങ്ങോട്ട് പോകാനായിട്ടേ ഈ മാനസ സരോവരത്തിൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ പെർമിഷൻ ഒക്കെ വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞങ്ങളെ പെർമിഷൻ വാങ്ങാൻ വേണ്ടി പോയതാ. ശരി മോളെ ശിവാനി, പോയിട്ട് വാ. എടാ തൃശ്ശൂലേ, പെണ്ണായി അവളെ ഒറ്റയ്ക്ക് വിടുകയാണോ നീ? നിനക്കും കൂടെ പോയാലെന്താ? മുത്തശ്ശി, ഞാനെന്തിനാ? അവള് ഒറ്റയ്ക്ക് പോയിട്ട് വരട്ടെ. അവള് കൂടെ അവളുടെ അമ്മാവനും അമ്മായിയൊക്കെ പോകുന്നുണ്ടല്ലോ. സോ വേറെ പ്രശ്നമൊന്നുമില്ല. പെൻഡന്റ് എവിടെ പോയത്? ഇവിടെ വെച്ചതാണല്ലോ. ശൈലു, നീ ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അത് പറഞ്ഞാൽ തീരില്ല. അയ്യോ, അത് വീട് സീറോ. ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ. സമയവും സന്ദർഭവും നന്ദി പറയാൻ സാഹചര്യം ഉണ്ടാക്കി തരും. ഇപ്പൊ നോക്കിക്കേ, നീ എന്റെ പ്രാണൻ രക്ഷിച്ചു, പകരം ഞാൻ ഈ ഹെൽപ്പ് ചെയ്തു. അത്ര തന്നെ.
ഇതില് നീ വലുത് ഞാൻ വലുത് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശൈലു, നീ എന്താ അന്വേഷിക്കുക? അത് എന്റെ പെൻഡന്റ് കാണുന്നില്ല. എന്തോ അത് ഇവിടെ വിട്ടിട്ട് പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നീ അത് അവസാനമായിട്ട് എവിടെ വെച്ചെന്ന് ഓർമ്മയില്ലേ? ഇവിടെ ഈ ടേബിളിന്റെ മേലെ വെച്ചത്. അങ്ങനെയാണെങ്കിൽ അവിടെ അടുത്ത് എവിടെയും വീണിട്ടുണ്ടാവും. വാ നോക്കാം. എവിടെ കിട്ടിയോ? താങ്ക്യൂ. താങ്ക്യൂ സീറോ, താങ്ക്യൂ. തൃശൂർ ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോ എന്നോട് പോവേണ്ടെന്നൊരു വാക്ക് പറയാൻ തോന്നിയില്ലേ തൃശൂർ നിനക്ക്? എന്റെ മനസ്സിൽ എനിക്ക് അത്രേ സ്ഥാനമുള്ളൂ. നമ്മുടെ പ്രണയം ഇന്ന് തുടങ്ങിയതല്ല തൃശൂൽ. അത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമാണ്. അത് നിനക്ക് അറിയില്ലേ? നിനക്ക് വേണ്ടിയാണ് ഞാനും, എനിക്ക് വേണ്ടിയാണ് നീയും ജനിച്ചത്. എന്റെ ഹൃദയം നീയാണെങ്കിൽ നിന്റെ ഹൃദയമെടുപ്പ് ഞാനാണ് തൃശൂൽ. എന്നിട്ട് പോലും ശിവാനി എന്നെ വിട്ട് ഇവിടുന്ന് പോവരുതെന്ന് ഒരു വാക്ക് പറയാൻ നിനക്ക് തോന്നിയില്ലല്ലോ തൃശൂൽ. പോവേണ്ടെന്ന് പറ തൃശൂൽ, ഒരേ ഒരു പ്രാവശ്യമെങ്കിലും പറ. ശൈലു, നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നെ പറഞ്ഞയക്കാൻ എനിക്കും ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് വേറെ വഴിയില്ല. നിനക്ക് ഒരു അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് നിന്നെ പറഞ്ഞു വിടുന്നത്. ഞാൻ തന്നെ പറഞ്ഞല്ലേ നീ ഇവിടുന്ന് പോയിക്കോന്ന്. ഇല്ല തൃശൂൽ, ഇവിടെയാണെങ്കിൽ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ തൃശൂൽ? ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും എന്റെ കൂടെ ഉണ്ടാവില്ലേ നീ? നിന്റെ ഈ പോരാട്ടത്തില് ഞാൻ മരിക്കുകയാണെങ്കിൽ അതെന്റെ പുണ്യായിട്ട് ഞാൻ കരുതൂ തൃശൂൽ. ദേവേദനോട് പോവണ്ടെന്ന് പറ തൃശൂൽ, പറ പറ തൃശൂൽ. ഇത് അസാധ്യം, അസംഭവ്യം. ഞാൻ രക്തം കുടിച്ചതിന് ശേഷം ഗന്ധർവ കാമുകിമാരായ യക്ഷ സ്ത്രീകൾ പോലും ജീവനോടെയില്ല. മന്ത്രവും തന്ത്രവും ഒന്നും തന്നെ രക്ഷയ്ക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഇവളെങ്ങനെ രക്ഷപ്പെട്ടു?
ഞാൻ അവളുടെ രക്തം കുടിച്ചതാണ്. എപ്പോഴത്തെയും പോലെ എനിക്ക് യൗവനവും കിട്ടിയതാണ്. എന്നിട്ടും അവള് മാത്രം എങ്ങനെയാണ് ജീവനോടെ തിരിച്ചു വന്നത്? അതോ അവളുടെ ഈ പുനർജന്മത്തിന് ബാഹ്യശക്തികൾ എന്തെങ്കിലും ഇടപെട്ട് കാണുമോ? അല്ലാതെ അവൾ ജീവനോടെ ഇരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ അന്നേരം തന്നെ പറഞ്ഞിരുന്നില്ലേ, അവളൊരു സാധാരണ വ്യക്തിയല്ല എന്ന്. അവളിൽ എന്തോ ഒരു അസാമാന്യ ശക്തിയുണ്ട്, അല്ലെങ്കിൽ മറ്റേതോ ഒരു ശക്തി അവളെ സംരക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോ അവൾ ആ നാഗറാണി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ഇരിക്കൂ ദിഗ്വിജയ. അവൾ നാഗറാണി ആയിരുന്നെങ്കിൽ നീ ധനഞ്ജയനല്ല ദിഗ്വിജയനാണെന്ന് മനസ്സിലാക്കിയിട്ട് നിന്നെ അതിക്രൂരമായി കൊന്നുകളഞ്ഞിട്ടുണ്ടാവും. അത് മാത്രമല്ല, അവൾക്ക് മറ്റെന്തെങ്കിലും ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരാണ്, നമ്മളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നേനെ. ഇതൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അവൾ ഒരു സാധാരണ പെണ്ണാണെന്നല്ലേ അതിന്റെ അർത്ഥം? ഞാനൊന്ന് ചോദിക്കട്ടെ, അവളൊരു സാധാരണ പെണ്ണായിരുന്നുവെങ്കിൽ അവളുടെ രക്തം നീ ഊറ്റിയെടുത്തിട്ടും അവൾ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇതിനർത്ഥം അവളുടെ ശക്തി നിന്റെ ശക്തിയേക്കാൾ വലുതാണെന്ന് തന്നെയാണ്. എന്റെ രൂപം നഷ്ടപ്പെട്ടതിന് ശേഷം എന്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ട് ജീവിക്കുന്നവനാ. മാത്രമല്ല എന്റെ കണക്കുകൂട്ടലും തെറ്റിക്കൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങളോ? നിങ്ങളുടെ ചിന്താഗതികളും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളെക്കാൾ വലിയ ശക്തി അവളിലുണ്ട്. എനിക്കിപ്പോ എന്റെ സംശയങ്ങൾ കൂടി വരികയാണ്. അവള് വെറും ഒരു സാധാരണ സ്ത്രീയല്ല. അവന്റെ സംശയവും സത്യമാണ് കൃഷ്ണേ. നീ അവളുടെ രക്തം കുടിച്ചതിന് ശേഷവും അവൾ ജീവനോടെ എങ്ങനെ തിരികെ വരാനാണ്? വീടിനകത്ത് ചാകാൻ കിടന്നവൾ പുറത്തുനിന്ന് വന്നുവെങ്കിൽ എന്താണ് അതിനർത്ഥം? ത്രിശൂലിനെ കാണാതായി എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം? രണ്ടാളും ഒരുമിച്ച് വരുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം കാണുമ്പോൾ ഇതിന്റെയൊക്കെ പിറകിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കാർക്കും അറിയാത്ത ഒരു ശക്തിയുണ്ട്. അതാർക്കാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. എല്ലാം നന്നായി നടക്കുന്നുണ്ടല്ലോ. എല്ലാം നന്നായി പോകുന്നു. പ്രസാദം വാങ്ങിച്ചോളുക. ഒരു നിമിഷം, എന്റെ മകനും മരുമകളും വന്നോട്ടെ, അവരുടെ കയ്യിൽ കൊടുത്താട്ടെ. മധുമതി, ശിവാനിയും തൃശൂലിനെ വിളിക്കും. ഇതാ എന്റെ മകനും മരുമകളും. പ്രസാദം അവരുടെ കയ്യിൽ കൊടുത്തോളൂ. എന്താ വിശേഷം? ഒന്നുമില്ല മോളെ. നിന്റെ ആരോഗ്യം, നിങ്ങളുടെ ജീവിതം ഇതൊക്കെ നന്നായിരിക്കാൻ, നിങ്ങളുടെ സന്തോഷത്തിന് തടസ്സമൊന്നും ഉണ്ടാവാതിരിക്കാൻ ധന്യന്ത്രി ഹോമം നടത്താൻ പറഞ്ഞതാ. അല്ല ഈ വന്നിരിക്കുന്നത്? അതേ മോനെ, അതിന്റെ പ്രസാദമായിട്ടാ വന്നത്. നോക്കുമോനെ, കുങ്കുമം നിന്റെ ഭാര്യയുടെ നെറ്റിയിൽ ചാർത്തുക. ഞാനോ? എടാ, ഭർത്താവല്ലേ ഭാര്യയുടെ നെറുകയിൽ കുങ്കുമം തൊടേണ്ടത്. നീ അവളുടെ നെറ്റിയിൽ തൊട്ടുകൊടുക്ക്. എന്നാ ഞാനങ്ങോട്ട് പോന്നു. ശിവാനി, അദ്ദേഹത്തിന്റെ ആശീർവാദം വാങ്ങും. ശീഘ്രമേവ പുത്രപ്രാപ്തിരസ്തു. അമ്മ ഞാനെങ്കിൽ പോയിട്ട് വരാം. ശരി. അല്ല, അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത്?
എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ശിവാനി, ഈ കുടുംബത്തിന്റെ അവകാശമാണ് നിന്റെ വയറ്റിലുള്ളത്. അതിന്റെ ആരോഗ്യം നോക്കണ്ടേ?